മക്കളെ ഇതിനു വേണ്ടി സഹായിക്കില്ലേ? അവർ കുറച്ചൊക്കെ സഹായിക്കും. കാരണം അവർക്ക് അത്രയൊക്കെ വരുമാനം ഉള്ളൂ. അവർക്കും എവിടെയെങ്കിലുമൊക്കെ പോകണ്ടേ. അപ്പോൾ നമ്മളതിന് തടസ്സം നിൽക്കരുതല്ലോ. അവർ പറഞ്ഞിട്ടുണ്ട് അമ്മ ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങളും കൂടി കൂടെ വരാം, അല്ലെങ്കിൽ ഞാനും കൂടി വരാം. ഇല്ല, എവറസ്റ്റ് പോകുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല. കാരണം അവർക്ക് പറ്റൂല, ഇത് നടക്കാനൊന്നും അവർക്കാവൂല. നടക്കണം. ഇത്രയും ചെറുപ്പമായ മക്കൾക്ക് പറ്റില്ല. പറ്റൂ. കാരണം നിങ്ങളെ പോലത്തെ ആൾക്കാർ മക്കൾ തന്നെ ഇത് ടൗണിൽ പോകണമെങ്കിൽ ഓട്ടോ പിടിച്ച് പോകുന്ന ആൾക്കാരാണ്. നടക്കാൻ ഭയങ്കര മടിയാ. അതാണ്. പക്ഷെ ഞാനാണെങ്കിൽ ഇനിയിപ്പോൾ എന്തോരം വെയിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നടന്നിട്ട് ടൗണിൽ നിന്ന് വരത്തുള്ളൂ. പണ്ടത്തെ മരിച്ചിനി അതൊക്കെ അതിൻ്റെയൊക്കെ പവർ തന്നെയല്ലേ. കാരണം അങ്ങനെയാണ് ഇഷ്ടം. കഴിയുന്നതും ആ പൈസ സേവ് ചെയ്യുക ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എന്നാലും എനിക്ക് യാത്ര പോകാൻ പറ്റും. വെറുതെ ഓട്ടോന് 30 രൂപ കൊടുത്ത് 2 പ്രാവശ്യം പോകുമ്പോൾ 60 രൂപയായില്ലേ? 3 പ്രാവശ്യം പോയാൽ 100 രൂപയായോ? അതെനിക്ക് സേവ് ചെയ്ത് വെച്ചാൽ എനിക്ക് അതിൻ്റെ കൂടെ പിന്നെ 100 രൂപ 200 രൂപയായില്ലേ? അങ്ങനെയാണ് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങളും ഇതെല്ലാം കൂടി എങ്ങനെയൊന്ന് ഹാൻഡിൽ ചെയ്യുന്നത്? പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ അമ്മമാരൊക്കെ ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാം മേടിച്ചും തരും, അതോടൊപ്പം അവർ സേവും ചെയ്ത് വെക്കും. 100 രൂപ കിട്ടിയാൽ 25 രൂപയ്ക്ക് സാധനം മേടിച്ചു തരും, സേവും ചെയ്ത് വെക്കും. ഞാൻ ചില അത്യാവശ്യ സാധനങ്ങളെ വാങ്ങുള്ളൂ. ഇങ്ങനെ വെറുതെ ലാവിഷായിട്ടൊന്നും ഞാൻ വാങ്ങില്ല. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങും. പിന്നെ മക്കൾ വന്നാൽ അവർ പിന്നെ ലാവിഷായിരിക്കും. പിന്നെ അവർ പോകുമ്പം എനിക്ക് എല്ലാ സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ പോകുന്നുണ്ട്. അതിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് വാങ്ങണ്ട. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ തയ്യൽ ജോലിക്ക് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. കാര്യം ഇപ്പൊ എല്ലാവരും ഓൺലൈൻ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാറാണ്. തയ്ക്കുന്നത് കുറവാണ്. എന്നാലും കിട്ടും. എന്നാലും കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. എനിക്കങ്ങനെ നിരാശയൊന്നും തോന്നിയിട്ടുണ്ടായില്ല. എന്തായാലും എനിക്കുള്ളത് എനിക്ക് കിട്ടുന്ന നല്ല പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇനി വരുമ്പോൾ ഓരോരുത്തർ ടൈലർമാർ വന്നാലും ഇനി എന്ത് തന്നെ സംഭവിച്ചാലും എനിക്കുള്ളത് എനിക്ക് കിട്ടും. അതാണ് എനിക്ക് കിട്ടുന്ന മറ്റൊരാൾക്ക് കിട്ടും. പക്ഷെ മറ്റൊരാൾക്ക് കിട്ടുന്നത് എനിക്കും കിട്ടൂല. എനിക്ക് എന്താണോ കിട്ടാനുള്ളത് അതെനിക്ക് കിട്ടും. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. എവിടുന്ന ഇത്രയും വലിയൊരു പോസിറ്റീവ് മൈൻഡൊക്കെ കിട്ടുന്നേ? അനുഭവത്തിലൂടെ പഠിച്ചതാ. കാരണം കുട്ടിക്കാലം തൊട്ടേ നല്ല സാമ്പത്തിക പരാധീനയിൽ ജീവിച്ച ആളാണ്. അപ്പം അത്രയും ബുദ്ധിമുട്ടറിയാം. അതാണ്. അത്രയും അധ്വാനിച്ചിട്ടുണ്ട്. കുഞ്ഞുനാൾ തൊട്ടേ 10ാം ക്ലാസ് തൊട്ട് 10ൽ പഠിക്കുമ്പോഴേ ഇങ്ങനെ അമ്മേൻ്റെ കൂടെ പണിക്കൊക്കെ പോകുമായിരുന്നു. ഡിഗ്രി പഠിക്കുമ്പോൾ ഞാൻ പണിക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ അന്നേരമൊക്കെ നമ്മൾ വീടുകളെടുക്കുമ്പോൾ ഇങ്ങനെ മണ്ണൊക്കെ ചുമന്ന് കൊണ്ടുപോകണം. ആ പണിയൊക്കെ ഉണ്ടല്ലോ, കല്ലെടുത്തിൽ മണ്ണെടുത്തിൽ. പിന്നെ ഇങ്ങനെ കൊയ്യാൻ പോവില്ലേ, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നൊരു വിഷയമല്ല. അങ്ങനെ അധ്വാനിച്ചൊരു ശീലം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും അധ്വാനിക്കും. അത് വിഷയമല്ല. ഇപ്പം കഷ്ടപ്പാടിൻ്റെ വില അറിഞ്ഞതുകൊണ്ടായിരിക്കാം ഇപ്പോഴും ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നതല്ലേ. അതെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തോരം പ്രതിസന്ധികളുണ്ടോ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് നല്ല രീതിയിൽ തരണം ചെയ്ത് പോകണം. ഇതിന് അതിൻ്റെ പരിഹാരം നമ്മൾ കണ്ടെത്തണം. എന്ത് പ്രശ്നം നമുക്കുണ്ടായാലും. അതാണ് എനിക്ക് ഈ മക്കളോടൊക്കെ പറയാനുള്ളത്. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ തലമുറകളില്ലേ, അവർക്കെന്ന് വെച്ചാൽ ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോഴേക്കും അവർ ഫസ്റ്റ് സൂയിസൈഡ് അല്ലെങ്കിൽ വേറെന്തൊക്കെ ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളതിനെ നല്ല രീതിയിൽ ആലോചിച്ച് യുക്തിപൂർവ്വം നമ്മളതിനെ തരണം ചെയ്യണം. അതാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒന്ന് കേട്ട് എന്തെങ്കിലും ഒന്ന് കണ്ട് അപ്പം എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ആ ഒരു ജീവിതം നമുക്കുള്ളൂ. ആ ജീവിതം നമ്മൾ നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്. അതാണ്, അവിടെയാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. അല്ലാതെ 10ാം ക്ലാസ്സിൽ റാങ്ക് കിട്ടിയതുകൊണ്ടോ അതൊന്നൊരു വിജയമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയം കണ്ടെത്തണമെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ നേരിട്ട് തന്നെ പരിഹരിക്കണം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.